നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വാർത്താ സമ്മേളനങ്ങളെയും മാധ്യമ ചോദ്യങ്ങളെയും സ്വന്തം ശൈലിയിലേക്ക് വഴിതിരിച്ചുവിടുന്നതിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുലർത്തുന്ന വാക്ചാതുര്യവും ഭരണപരമായിട്ടുള്ള മികവും സമകാലിക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായ കുറിപ്പുകളുടെയോ പേപ്പർ കഷ്ണങ്ങളുടെയൊക്കെ സഹായത്തോടെ സംസാരിക്കുമ്പോൾ യാതൊരുവിധ രേഖകളുടെയും പിന്തുണയില്ലാതെ സങ്കീർണമായ നിയമസഭാ ചോദ്യങ്ങൾക്കും ചരിത്ര സംവാദങ്ങൾക്കും അതിവേഗം മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗങ്ങൾക്ക് ശേഷം പത്രസമ്മേളനങ്ങൾ നടത്തുന്ന രീതി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ വി.ഡി. സതീശൻ ആ പതിവ് വീണ്ടും സജീവമാക്കുകയും അതിനെ രാഷ്ട്രീയ പ്രതിരോധത്തിനുള്ള പ്രധാന വേദിയാക്കി മാറ്റുകയും ചെയ്തു. ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും രാഷ്ട്രീയ എതിരാളികളുടെ കൂർത്ത ചോദ്യശരങ്ങളെപ്പോലും അങ്ങേയറ്റം സൗമ്യമായിട്ടും യുക്തിഭദ്രമായും നേരിടുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി വാർത്താ ചാനലുകളിൽ വലിയ റേറ്റിംഗ് നേടുന്ന ഒരു പരിപാടികളിലൊന്നായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ മുൻ ഭരണകൂടവും മുൻ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ പ്രതിരോധത്തിലായപ്പോൾ അത്തരം പ്രതിസന്ധികളിൽ നിന്നെല്ലാം തന്ത്രപരമായിട്ട് മുന്നേറാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വൈദഗ്ധ്യത്തിന് തെളിവാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം സാധാരണ രീതിയിൽ വലിയ പ്രഖ്യാപനങ്ങളില്ലാത്ത ഒന്നായി മാറേണ്ടതായിരുന്നുവെങ്കിലും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നതോടെ അത് കടുത്ത സംവാദത്തിന് വഴിവെച്ചു. പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനത്തിൽ നിന്ന് സർക്കാർ വ്യതിചലിച്ചുവെന്നും എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിക്കാതെ അതും വെറും ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കിയത് ജനങ്ങളെ വഞ്ചിക്കലാണെന്നും ചില മാധ്യമപ്രവർത്തകർ ആരോപിക്കുകയുണ്ടായി. പ്രതിവർഷം 800 കോടിയോളം രൂപയുടെ വൻ സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരു ജനക്ഷേമ പദ്ധതിയെ ഇത്തരത്തിൽ വഞ്ചനയെന്ന് വിളിച്ച് നിസ്സാരവൽക്കരിക്കുന്നതിനെ മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ എതിർത്തു. മലബാർ മേഖലയിലെയും മലപ്പുറം ജില്ലയിലെയും ഉൾപ്പെടെയുള്ള ഓർഡിനറി ബസ് സർവീസുകളെയും ജനങ്ങളുടെ യാത്രാ സാഹചര്യങ്ങളെയും കൃത്യമായി പഠിച്ച ശേഷമാണ് ബദൽ സംവിധാനമെന്ന നിലയിൽ ഈ പദ്ധതി ആവിഷ്കരിച്ചതെന്നും ഇതിനെ സ്ത്രീകളെ വഞ്ചിച്ച പദ്ധതിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമ നിലപാട് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒരേ ചോദ്യം തന്നെ പലതവണ ആവർത്തിച്ച് തന്നെ അസ്വസ്ഥനാക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരുടെയൊക്കെ തന്നെ ഇടപെടലുകളെ കൃത്യമായ മറുപടികളിലൂടെ നിർവീര്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയമായി തനിക്കെതിരെ ഉയർന്നേക്കാമായിരുന്ന മംഗലാപുരം യാത്രയെയും അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച വിവാദങ്ങളെ വളരെ ലളിതവൽക്കരിച്ചാണ് മുഖ്യമന്ത്രി നേരിട്ടത്. പ്രതിപക്ഷ കക്ഷിയായ CPM ഈ കൂടിക്കാഴ്ചയെ പുതിയ സർക്കാരിനെതിരെയുള്ള വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിലാണ് മാധ്യമങ്ങൾ ഈ ചോദ്യം അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ചത്. തനിക്ക് അദാനിയുമായോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യവുമായോ യാതൊരു വിധത്തിലുമുള്ള വ്യക്തിഗത താല്പര്യങ്ങളോ ബന്ധങ്ങളോ ഇല്ലെന്നും അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യടൻ മുഹമ്മദിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരു അകന്ന ബന്ധുവിനെ സന്ദർശിക്കാനാണ് താൻ പോയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. വിമാനത്താവളത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി നടന്ന ആ കൂടിക്കാഴ്ചയെ തെരഞ്ഞെടുപ്പ് കാലത്തെ അവിശുദ്ധ കൂട്ടുകെട്ടായിട്ട് ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ പ്രചരണങ്ങളിൽ യാതൊരു വാസ്തവുമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇത്തരം സൗഹൃദ സന്ദർശനങ്ങളൊക്കെ തന്നെ സ്വാഭാവികമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ആരോപണങ്ങളുടെയൊക്കെ തന്നെ മുനയൊടിച്ചു. കൃത്യമായ വിശദീകരണങ്ങളിലൂടെ വിവാദങ്ങളിൽ കുടുങ്ങാതെ വഴുതി മാറാനുള്ള അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രം മാധ്യമപ്രവർത്തകർക്ക് കൂടുതൽ കുത്തിത്തുറന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. വാർത്താ സമ്മേളനത്തിനിടയിൽ ഓൺലൈൻ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും ഒക്കെ തന്നെ അതിപ്രസരത്തെ നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോൾ മുഖ്യമന്ത്രി അങ്ങേയറ്റം വികാരാധീനായിട്ടാണ് പ്രതികരിച്ചത്. പ്രശസ്ത ചലച്ചിത്ര നടൻ സലീം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമങ്ങളുടെ പൊട്ടിത്തെറിച്ച സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ചോദ്യം ഉയർന്നത്. സലീം കുമാർ രോഗബാധിതനായിട്ട് വെന്റിലേറ്ററിൽ മരണത്തോടെ മല്ലടിച്ചു കിടന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മരണശേഷവും സോഷ്യൽ മീഡിയയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തിയ ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളെയും വ്യക്തിഹത്യകളെയും മുഖ്യമന്ത്രി ശക്തമായിട്ട് അപലപിച്ചു. ഒരു മനുഷ്യൻ മരണാസന്നനായിട്ട് കിടക്കുമ്പോൾ ചത്തുകൂടെ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള സൈബർ ക്യാമ്പയിനുകൾ സാംസ്കാരിക കേരളത്തിന് ഒട്ടും യോജിച്ചതല്ലെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച CPM അനുഭാവികളുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ സമാധാനപരമായിട്ട് ചെയ്യാൻ പോലും അനുവദിക്കാത്ത വല്ലാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഇതിനെയെല്ലാം നിയമം നിർമ്മിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് മാത്രം തടയാനായിട്ട് കഴിയില്ലെന്നും മറിച്ച് പൊതുസമൂഹത്തിൻ്റെ ബോധവൽക്കരണത്തിലൂടെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സഹിഷ്ണുതയിലൂടെയും ഒക്കെ തന്നെ മാത്രമേ ഇത്തരം അപജയങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണരംഗത്ത് മുൻ ഇടതു സർക്കാരിൻ്റെ കാലത്തുണ്ടായ നയങ്ങളെയും ഉദ്യോഗസ്ഥ മേധാവിത്വത്തെയും തിരുത്തിക്കുറിക്കാനുള്ള ശക്തമായ നടപടികളുമായിട്ട് പുതിയ സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സൂചന നൽകി. മുൻ ഭരണകാലത്ത് ആവിഷ്കരിച്ച AI സാങ്കേതിക വിദ്യകളുടെയും കിഫ്ബിയുടെയും ഒക്കെ തന്നെ ഉപയോഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ സുതാര്യവും ജനകീയവുമായിട്ടുള്ള ഡാറ്റ അധിഷ്ഠിത ഭരണത്തിനായിട്ട് ഇത്തരം ആധുനിക സംവിധാനങ്ങൾ സർക്കാർ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
CPM-നെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ എളുപ്പമാണെങ്കിലും തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നത് കഠിനമായ കാര്യമാണെന്നും അദ്ദേഹം പരിഹാസരൂപേണ ഓർമ്മിപ്പിച്ചു. മുൻ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്ന PRD ഉദ്യോഗസ്ഥനെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ വനംവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട PRO പദവിയിൽ നിയമിച്ചതിനെതിരെ ഉണ്ടായ തിരുത്തൽ നടപടിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭരണപക്ഷത്തെ കോൺഗ്രസ് അനുകൂല യൂണിയനുകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്നും പിണറായിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ആളെ തനിക്ക് ആവശ്യമില്ലെന്ന മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ കർശന നിലപാടിനെ തുടർന്നും നിയമനം നടന്ന് 5-ാം ദിവസം തന്നെ അത് റദ്ദാക്കേണ്ടി വന്നത് ഭരണരംഗത്തെ പുതിയ തിരുത്തലുകളുടെയൊക്കെ തന്നെ തെളിവായി അദ്ദേഹം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ വലിയ വിവാദങ്ങൾക്ക് കാരണമായ കിഫ്ബിയുടെ സാമ്പത്തിക സ്രോതസ്സുകളിലും വലിയ രീതിയിലുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനാണ് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മുൻപ് വാഹന സെസ് ഇനത്തിൽ ലഭിച്ചിരുന്ന ഏകദേശം 3600 കോടിയോളം രൂപയും ഇന്ധന സെസ് വഴി ലഭിച്ചിരുന്ന കോടിക്കണക്കിന് രൂപയും ഓഡിറ്റിങ്ങിന് പോലും വിധേയമാക്കാതെ നേരിട്ട് കിഫ്ബിയുടെ പ്രത്യേക അക്കൗണ്ടുകളിലേക്കാണ് എത്തിയിരുന്നതെങ്കിൽ ഇനി മുതൽ ഈ 2 സാമ്പത്തിക വരുമാനങ്ങൾ നേരിട്ട് സർക്കാരിൻ്റെ പൊതുഖജനാവിലേക്ക് കൊണ്ടുവരാനാണ് തീരുമാനം. കിഫ്ബിയുടെ പദ്ധതികൾക്ക് ആവശ്യമായ പണം ഇനി മുതൽ സർക്കാർ ബജറ്റ് വിഹിതത്തിലൂടെ നേരിട്ട് നൽകുമെന്ന നിലപാട് സ്വീകരിക്കുന്നതിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനായിട്ട് സർക്കാരിന് സാധിക്കും. കോടതി വിധികളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങളിൽ ജുഡീഷ്യറിയെ പൂർണ്ണമായും മാനിച്ചുകൊണ്ടും എന്നാൽ സർക്കാരിന് നിയമപരമായിട്ടുള്ള ഓപ്ഷനുകളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ടുമുള്ള നയതന്ത്രപരമായിട്ടുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. രാഷ്ട്രീയ തന്ത്രങ്ങളും ഭരണപരമായിട്ടുള്ള അറിവും കൃത്യതയോടെയുള്ള വിശദീകരണങ്ങളും ഒരേപോലെ സമന്വയിപ്പിക്കുന്ന VD സതീശൻ്റെ ഈ സവിശേഷമായിട്ടുള്ള ഭരണശൈലി വരും വർഷങ്ങളിൽ പ്രതിപക്ഷത്തിന് സഭയ്ക്കകത്തും പുറത്തും കടുത്ത വെല്ലുവിളിയായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്.